Good morning. Next, we can see the scope and extent of agent's authority. അപ്പം എങ്ങനെയാണ് ഒരു ഏജൻറ്റിൻ്റെ അതോറിറ്റി എത്രത്തോളം പോവാം അതെല്ലാം നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് അതോറിറ്റി ഓഫ് ആൻ ഏജൻറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. സെക്ഷൻ 186 അതാണ് പറയുന്നത്. അതായത് ഏജൻറ്റിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താവാം, എക്സ്പ്രസ് അതോറിറ്റി ആവാം, ഇംപ്ലൈഡ് അതോറിറ്റി ആവാം. എക്സ്പ്രസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും, when it is given by word spoken or written. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏജൻറ്റിന്, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല. അയാളുടെ അതോറിറ്റി കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പ്രസ് അതോറിറ്റി പറയാം. The authority is said to be implied when it is to be inferred from the circumstances of the case. അതായത് the inference as to implied authority may be withdrawn from the things spoken or written in the ordinary course of dealings between the parties and others എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് നോക്കിയിട്ട് വേണം ഏകദേശം അവരുടെ പെരുമാറ്റം അതിൽ നിന്നൊക്കെ ഇൻഫർ ചെയ്യുക, ഇന്ന രീതിയിൽ വരെ പോവാം, അതോറിറ്റി ഇത്ര വരെ പോവാം, അതിൽ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അവരുടെ പെരുമാറ്റത്തു നിന്ന്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറയുന്നത്. ഒന്നുകിൽ എന്താവാം ഏജൻറ്റ്സ് അതോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. സെക്കൻഡ് തിങ്, an agent having an authority to do an act has authority to do every lawful thing which is necessary in order to do such an act. അതായത് ഇപ്പോൾ ഒരു ഏജൻറ്റിന് നിങ്ങളൊരു പ്രിൻസിപ്പൽ ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പം ആ കാര്യം ചെയ്യുന്നതിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ ആക്റ്റുകൾ ചെയ്യാനുണ്ടോ അതും കൂടെ ചെയ്യാനുള്ള അതോറിറ്റി ആർക്കുണ്ട്, ഏജൻറ്റിനുണ്ടാവും. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നത് ഇതാണ്. Suppose A engages B as his agent to carry on his business of a shipbuilder. ബീനെ ഏജൻറ്റാക്കി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഷിപ്പ് ബിൽഡറായിട്ട്. ഓക്കെ, അപ്പം ആ ഒരു ബിസിനസ്സിൽ ഷിപ്പ് ബിൽഡിങ് ബിസിനസ്സാണ്. അപ്പോൾ അതിലെ ഒരു ഏജൻ്റ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബിക്ക് എന്ത് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്, B can purchase timber and other materials and hire workmen for the purpose of carrying on the business. ശരിക്കും അവിടുത്തെ അയാളുടെ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആ ബിസിനസ് മാനേജ് ചെയ്യാന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, ഏജൻറ്റിനുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. an agent having an authority to do an act has authority to do every lawful things in order to do such act. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഇതാണ്. an agent has authority in an emergency to do all such act for the purpose of protecting his principal from loss as would be done by a person of ordinary prudence in his own case. അതായത് പ്രിൻസിപ്പളിന് ഇപ്പം എന്തെങ്കിലും നഷ്ടം ഉണ്ടാവാൻ ഉള്ളൊരു സാഹചര്യം വരുന്ന ഘട്ടത്തിൽ ഏജൻറ്റിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു സാധാരണക്കാരൻ അയാൾക്ക് പെട്ടെന്ന് നഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഏജൻറ്റിന് എന്താക്കാം എന്നാണ് പറയുന്നത്, പ്രിൻസിപ്പളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ബട്ടർ which was in danger of perishing owing to delay in transit was sold by the railway company for the best price. അതായത് എന്തെങ്കിലും പെട്ടെന്ന് നശിച്ചു പോണ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ബട്ടറാണ്. അപ്പം എനിക്ക് തോന്നുന്നു റെയിൽവേയിൽ ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനമാണ്. അന്നേരം എന്ത് ചെയ്യുക, അത് പെരിഷിങ് നേച്ചറായ സമയത്ത് റെയിൽവേ കമ്പനി എന്തു ചെയ്തു, അത് അവിടെ തന്നെ വെച്ചിട്ട് ബെസ്റ്റ് പ്രൈസിന് വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ഒബ്റ്റെയിൻ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ പ്രിൻസിപ്പൾ. കാരണം പ്രിൻസിപ്പളെ പെർമിഷനൊക്കെ എടുത്ത് വരുമ്പോഴേക്ക് ഈ സാധനം എന്തായിട്ടുണ്ടാവും, മുഴുവൻ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ പ്രിൻസിപ്പളെ പെർമിഷൻ എടുക്കാതെയും ചില കേസസിൽ പ്രിൻസിപ്പളിന് എന്തെങ്കിലും ലോസ് വരും എന്നുള്ള ഘട്ടമുണ്ടെങ്കിൽ ഏജൻറ്റിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഈ ക്യാൻ എക്സസൈസസ് അതോറിറ്റി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ടു എക്സസൈസ് സച്ച് അതോറിറ്റി ഇൻ എൻ എമർജൻസി, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദർ മസ്റ്റ് ബി എൻ എമർജൻസി.
ഒരു എമർജൻസി ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഇമ്പോസിബിൾ ഫോർ ദ ഏജൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പ്രിൻസിപ്പൾ. അതായത് പെട്ടെന്ന് പ്രിൻസിപ്പളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലാതെ ആയിപ്പോവുക. അങ്ങനെയൊക്കെയുള്ള കേസസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഏജൻറ്റിന്? ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ എന്തൊക്കെ ചെയ്യുക അതേപോലെ ഏജൻറ്റിന് എന്താക്കാൻ പറ്റും എന്നാണ് പറയുന്നത്, പ്രിൻസിപ്പളെ നഷ്ടത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാം. ഓക്കെ, അപ്പം അത് ശ്രദ്ധിച്ചോളാം. ഇനി അപ്പം 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഏജൻറ്റിൻ്റെ അതോറിറ്റി എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. അതേപോലെ എന്തിനുള്ള അതോറിറ്റിയാണോ കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാം ആക്ട് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കുണ്ട്? ഏജൻറ്റിനുണ്ട്. 3-ാമത്തെ കാര്യം പറഞ്ഞത് ഇൻ എൻ എമർജൻസി, അതായത് അങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങൾ വരികയാണെങ്കിൽ എന്താക്കാം എന്നാണ് പറയുന്നത്, he can do all such act for the purpose of protecting his principal from loss without communicating to the principal. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെൻ ഏജൻറ്റ് എക്സീഡ്സ് ഹിസ് അതോറിറ്റി. അതായത് ഏജൻറ്റിൻ്റെ അടുത്ത് പ്രിൻസിപ്പൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ കൂടുതലായിട്ട് അയാൾ അധികാരം കാണിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പറയുന്നത് എന്താണ്, when an agent does more than what he is authorized to do and when a part of it he does is within his authority. അതായത് ഏജൻ്റ് ഉണ്ടല്ലോ, അയാളോട് പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് അയാൾ എക്സീഡ് ചെയ്ത് അയാളുടെ അതോറിറ്റി, എന്നിട്ട് എന്താ പറയുന്നത്, ആൻഡ് ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദ പാർട്ട് വിച്ച് ഇസ് ബിയോണ്ട് ഹിസ് അതോറിറ്റി. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും വരെയായിരുന്നു അയാൾക്ക് ചെയ്യാൻ കൊടുത്ത അധികാരം, അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾ ചെയ്തു പോയിട്ടുണ്ട്. നമുക്ക് ഈ 2 കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ ഏതിന് മാത്രമേ ബാധ്യസ്ഥനാവുന്നുള്ളൂ? വാട്ട് ഹി ഡസ് വിത്തിൻ ഹിസ് അതോറിറ്റി. ഇറ്റ് ഈസ് ബൈൻഡിങ് ബിറ്റ്വീൻ ദ ഏജൻറ്റ് ആൻഡ് ഹിസ് പ്രിൻസിപ്പിൾ. മനസ്സിലായോ? ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരാൾക്ക് എന്താ പറയുക, സെയിൽസ്മാൻ, അതായത് സെല്ലിങ് ഏജൻ്റായിട്ട് വെച്ചിട്ടുണ്ട് ഒരാളെ. അപ്പോൾ അയാളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അത് വിൽക്കാൻ വേണ്ടി മാത്രമാണ്. കുറച്ച് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് വിൽക്കുക എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് കൂടാതെ എന്തായി എന്നാ പറയുന്നത്, ഇയാൾക്ക് കൊടുത്ത അതോറിറ്റീൻ്റെ അപ്പുറത്തേക്ക് അയാൾ പോയി. അതായത് ഇത്ര രൂപയ്ക്ക് വിൽക്കുക, 1000 rupees പെർ പീസ്, ഒരു പീസിന് 1000 രൂപ വെച്ചിട്ടാണ് വിൽക്കാൻ പറഞ്ഞത്. അയാളതെന്ത് ചെയ്ത് വിൽക്കാതെ വന്ന സമയത്ത് അയാൾ കുറച്ച് 500 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുത്ത അതോറിറ്റി എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്, അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞു. അയാൾ പറഞ്ഞ മാതിരി ഒന്നല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, അവിടെ എന്ത് പറ്റിയിട്ട് ഇറ്റ് ഇസ് നോട്ട് ബൈൻഡിങ് ബിറ്റ്വീൻ ദ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, ഇത് ശരിക്കും എന്തെങ്കിലും അധികാരം ഏൽപ്പിക്കുന്നതിലുള്ള ഇതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി when an agent does more than he is authorized to do and what he does beyond the scope of his authority cannot be separated from what is within it. 2-ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ ഏജൻറ്റിനെ ഏൽപ്പിച്ചതിൽ കൂടുതലായിട്ട് അയാൾ എന്ത് ചെയ്തു, ഹി എക്സീഡഡ് ഹിസ് അതോറിറ്റി. പക്ഷേ ആ അതോറിറ്റി എക്സീഡ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതാണ് കൊടുത്തത് ഏതാണ് കൊടുക്കാത്തത് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടമാണെങ്കിൽ എന്താ പറയുന്നത്, ദ പ്രിൻസിപ്പിൾ ഇസ് നോട്ട് ബൗണ്ട് ടു റെക്കഗ്നൈസ് ദ ട്രാൻസാക്ഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ അതായത് 2 റൂൾസാണ് പറയുന്നത് വെൻ ഏജൻറ്റ് എക്സീഡ്സ് ഹിസ് അതോറിറ്റി. ഇത് നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഇസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലാറ്റിൻ മാക്സിം പറയുന്നുണ്ട്, ഡെലിഗേറ്റസ് നോൺ പൊട്ടസ്റ്റ് ഡെലിഗറെ. പഠിച്ചു വെക്കണേ, നിങ്ങളെ ടെക്സ്റ്റിലുണ്ട്, അതിൽ നോക്കിങ്ങാണ്ട് ഡെലിഗേറ്റസ് നോൺ പൊട്ടസ്റ്റ് ഡെലിഗറെ. ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എ ഡെലിഗേറ്റ് cannot further delegate his authority. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ നിങ്ങളെ ക്ലാസ് റെപ്പിനെ ഒരു കാര്യം ഏൽപ്പിച്ചു. ഇപ്പം നമ്മളെ എക്സാം ഫീ ഉണ്ടല്ലോ, എക്സാം ഫീ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ലാസ് റെപ്പിനെ ഏൽപ്പിച്ചു. അപ്പോൾ ക്ലാസ് റെപ്പിന് അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഫേർദർ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഡെലിഗേറ്റ് ചെയ്തതാണ്. അപ്പം അവളെ അത് ചെയ്യാൻ പാടുള്ളൂ. അവളതെന്താക്കാൻ പാടില്ല, വേറൊരു കുട്ടീനെ ഏൽപ്പിക്കാൻ പാടില്ല. അതാണ് ഈ മാക്സിമിൽ പറയുന്നത്, എ ഡെലിഗേറ്റ് കനോട്ട് ഫർദർ ഡെലിഗേറ്റ് ദ അതോറിറ്റി. മനസ്സിലായോ?
അപ്പോൾ അത് ഇവിടെ ഇത് ഏത് പ്രിൻസിപ്പിളിൻ്റെ ബേസ് ചെയ്തിട്ടാന്ന് വെച്ചാൽ ദ അപ്പോയിൻറ്റർ ഓഫ് എ ഡെലിഗേറ്റ് ഹാസ് കോൺഫിഡൻസ് ഇൻ ദ എഫിഷ്യൻസി, ഇൻറ്റഗ്രിറ്റി ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദി delegate, and it is likely that a person further appointed by delegate may not create that confidence in the mind of appointer of the delegate. ഞാനാണ് appointer of delegate, ഞാൻ ക്ലാസ് റെപ്പിനെയാണ് ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത് ആ അതോറിറ്റി. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ്, ക്ലാസ് റെപ്പിന് അതിനുള്ള എന്തുണ്ട്, ഷീ ഹാസ് ദാറ്റ് എഫിഷ്യൻസി, ഇൻറ്റഗ്രിറ്റി ആൻഡ് റിസോഴ്സ്ഫുൾനെസ്. അവളുടെ ആ ഒരു ഇതിന് കണ്ടിട്ടാണ് ഞാൻ അവളെ ഏൽപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവൾ വേറൊരു കുട്ടീനെ ഏൽപ്പിക്കുന്ന സമയത്ത് ആ ആൾക്ക് എന്തുണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ് പറയുന്നത്. ഫർദർ ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം നമ്മൾ അവരെ കുറിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഈ അപ്പോയിൻറ്റർ ഓഫ് ഡെലിഗേറ്റിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ മാക്സിം, അതായത് ഡെലിഗേറ്റേഴ്സ് നോൺ പൊട്ടസ്റ്റ് ഡെലിഗറെ, അതായത് എ ഡെലിഗേറ്റ് കനോട്ട് ഫർദർ ഡെലിഗേറ്റ് എന്ന് പറയുന്നത്, ഡെലിഗേറ്റേഴ്സ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി ദ സെയിം പ്രിൻസിപ്പിൾ ഹോൾഡ്സ് വാലിഡിറ്റി ഇൻ ദ കേസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പിൾ ആൻഡ് ഏജൻറ്റ്. അതായത് പ്രിൻസിപ്പിളിന് ഏജൻറ്റിലുള്ള വിശ്വാസം കൊണ്ടാണ് ഏജൻറ്റിനെ അതോറിറ്റി ഏൽപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഏജൻറ്റ് എന്താക്കാൻ പാടില്ല എന്നുള്ളതാണ്, agent is not allowed to appoint someone else for discharging what he has been called upon to do by the principal. മനസ്സിലായോ? പക്ഷേ 2 എക്സെപ്ഷൻസ് പറയുന്നുണ്ട് ഈ റൂളിന്. അതായത് ചില കേസിൽ വേണമെങ്കിൽ ഏജൻറ്റിനെ എന്താക്കാം, ഫർദർ ഡെലിഗേറ്റ് ചെയ്യാം, അതായത് വേണമെങ്കിൽ വേറൊരാളെ വെക്കാം. ഏതൊക്കെ കേസസിലാണെന്നുള്ളതാണ്. An agent cannot lawfully employ another to perform the act which he has expressly or impliedly undertaken to perform personally എന്ന് പറയുന്നത്, unless by the ordinary custom or trade a sub-agent may be employed. അതായത് ആ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് സബ്-ഏജൻറ്റിനെ വെക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താക്കാൻ പാടുള്ളൂ, ഡെലിഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ ഏജൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊക്കെ കേസസാണ് നോക്കാം. 2 പറയുന്നത്. ഒന്ന്, where the custom of trade permits delegation of authority. ഇപ്പോൾ ഏജൻറ്റിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഏജൻറ്റ് എന്ത് ചെയ്യും, ആ കസ്റ്റം ഓഫ് ട്രേഡ് അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ, അതായത് അതിൽ അങ്ങനെയാണ് പറയുന്നത്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കസ്റ്റം ഓഫ് ട്രേഡ് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ he can further delegate. Then second, the nature of agency is such that it requires delegation of authority. അതായത് ആ ഏജൻസിയിൽ നിന്ന് തന്നെ നമുക്ക് ആ നേച്ചർ തന്നെ അങ്ങനെയാണ്, എന്ത്, ഫർദർ ഡെലിഗേറ്റ് ചെയ്യണം, എന്നാലേ ഉള്ളൂ ആ ബിസിനസ് നടക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കേസസിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫർദർ ഡെലിഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോണത് ആരാണ് സബ് ഏജൻറ്റ് എന്നുള്ളതാണ് കേട്ടോ. സബ് ഏജൻറ്റും ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റും ഉണ്ട്. സബ് ഏജൻറ്റ് നോക്കാം നമുക്ക് ആദ്യം. സബ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ എംപ്ലോയിഡ് ബൈ ആൻഡ് ആക്ടിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ഒറിജിനൽ ഏജൻറ്റ് ഇൻ ദ ബിസിനസ് ഓഫ് ഏജൻസി. അപ്പോൾ ഏജൻസിയിൽ ഒറിജിനൽ ഏജൻറ്റ് എന്താക്കുന്നതാണ്, അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ഇയാൾ. എ പേഴ്സൺ എംപ്ലോയിഡ് ബൈ ആൻഡ് ആക്ടിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ഒറിജിനൽ ഏജൻറ്റ്. മനസ്സിലായല്ലോ? അയാളെയാണ് സബ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേർ എൻ ഏജൻറ്റ് ഹാവിങ് അതോറിറ്റി ടു ഡെലിഗേറ്റ് ഹിസ് അതോറിറ്റി അപ്പോയിൻറ്റ് അനദർ പേഴ്സൺ ടു ആക്ട് ഇൻ ദ മാറ്റർ ഓഫ് ഏജൻസി, സച്ച് അതർ പേഴ്സൺ ഇസ് കോൾഡ് സബ് ഏജൻറ്റ്. അപ്പോൾ പറഞ്ഞല്ലോ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, എക്സെപ്ഷൻസ് പറയുന്ന സമയത്ത് പറഞ്ഞ് ചില കേസസിൽ മാത്രം അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാമെന്ന് പറയും, സബ് ഏജൻറ്റിനെ എംപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം സബ് ഏജൻറ്റിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജൻറ്റിന് എന്തൊക്കെ ചെയ്യാനുള്ള അധികാരം ഉണ്ടോ അതൊക്കെ ആർക്ക് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും, സബ് ഏജൻറ്റിനും ഉണ്ടാവും. അപ്പം പക്ഷേ സബ് ഏജൻറ്റ് വിൽ ആക്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഒറിജിനൽ ഏജൻറ്റ്. മനസ്സിലായോ? അപ്പം അവിടെ സബ് ഏജൻറ്റും ഒറിജിനൽ ഏജൻറ്റും തമ്മിലൊരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് വരും. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദ പ്രിൻസിപ്പിൾ ഇസ് നോട്ട്, ഒറിജിനൽ പ്രിൻസിപ്പിൾ എന്താവില്ല, ഹീ ഈസ് നോട്ട് ബൗണ്ട് ബൈ ഹിസ് ആക്ട് ആൻഡ് ദർ ഇസ് നോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ സബ് ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം 2 തരത്തിലാണ് സബ് ഏജൻസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് ലീഗൽ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രിൻസിപ്പിൾ ആൻഡ് സബ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫാക്ടർ, അതായത് വെദർ
the sub-agent is properly appointed or not. ചില ഏജൻസി ബിസിനസ്സിൽ അതിനുള്ള അധികാരമുണ്ട്. ഏജൻറ്റിനെ ആരെ അപ്പോയിൻറ്റ് ചെയ്യാം, സബ് ഏജൻസിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നിയമപരമായിട്ട് അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ് ഏജൻറ്റ് ഇസ് പ്രോപ്പർലി അപ്പോയിൻറ്റഡ് എന്ന് പറയും. ചില കേസസിൽ സബ് ഏജൻസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് നോട്ട് പ്രോപ്പർലി അപ്പോയിൻറ്റഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോണത് സബ് ഏജൻറ്റ് പ്രോപ്പർലി അപ്പോയിൻറ്റഡ് ആണ് കേട്ടോ. അപ്പം സബ് ഏജൻറ്റ് പ്രോപ്പർലി അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഏജൻറ്റിന് എന്തിനുള്ള അതോറിറ്റി ഉണ്ട്, അയാളുടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാനുള്ള പവറും ഉണ്ട്, സബ് ഏജൻറ്റിനെ വെക്കാനും പറ്റും. അപ്പം വെൻ ദ ഏജൻറ്റ് ഹാസ് ഗോട്ട് അതോറിറ്റി ടു അപ്പോയിൻറ്റ് എ സബ് ഏജൻറ്റ്, then any sub-agent so appointed can be termed as properly appointed. ശ്രദ്ധിക്കണം. അപ്പോൾ പ്രോപ്പർലി അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഏജൻറ്റിന് അധികാരമുണ്ട് ആരെ വെക്കാൻ വേണ്ടിയിട്ട്, സബ് ഏജൻറ്റിനെ വെക്കാൻ. അങ്ങനെ നിയമിക്കപ്പെട്ട സബ് ഏജൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, സബ് ഏജൻറ്റ്സ് പ്രോപ്പർലി അപ്പോയിൻറ്റഡ് എന്ന് പറയുന്നത്. വെൻ എ സബ് ഏജൻറ്റ് ഇസ് പ്രോപ്പർലി അപ്പോയിൻറ്റഡ്, വാട്ട് ആർ ദ ഇഫക്ട്സ് നോക്കാം. അതായത് പ്രോപ്പർലി അവിടെ അധികാരമുണ്ട് ഏജൻറ്റിന്, ആരെ, ഒരു സബ് ഏജൻറ്റിനെ നിയമിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ എന്തൊക്കെ ഇഫക്റ്റാണ് നോക്കാം. ഫസ്റ്റ് പറയുന്നത്, ദ പ്രിൻസിപ്പിൾ ഇസ് ലയബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ ദ ആക്ട് ഓഫ് സബ് ഏജൻറ്റ്. അപ്പോൾ സബ് ഏജൻറ്റ് എന്ത് ചെയ്താലും ആര് റെസ്പോൺസിബിൾ ആവും, പ്രിൻസിപ്പിൾ, കാരണം അവിടെ പ്രോപ്പർലി അപ്പോയിൻറ്റഡ് ആണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, ഏജൻറ്റ് ഇസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പിൾ ഫോർ ദ ആക്ട് ഓഫ് സബ് ഏജൻറ്റ്. സബ് ഏജൻറ്റ് എന്ത് ചെയ്താലും അതിന് ലയബിളാവും, അതേപോലെ റെസ്പോൺസിബിൾ ആവും. ദെൻ തേർഡ് പോയിൻറ്റ്, സബ് ഏജൻറ്റ് ഇസ് നോട്ട് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പിൾ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഫ്രോഡ് ആൻഡ് വിൽഫുൾ റോങ്സ്. അതായത് സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്താലും ശരിക്കും ഏജൻസി ലീഗൽ റിലേഷൻഷിപ്പ് വരുന്നത് ആര് തമ്മിലാണ്, ഒറിജിനൽ ഏജൻറ്റും പ്രിൻസിപ്പിളുമാണ്. അപ്പോൾ ഒരിക്കലും സബ് ഏജൻറ്റ് ആരോട് ഉത്തരവാദിയാവുന്നില്ല, പ്രിൻസിപ്പിൾ എടുത്ത് ഉത്തരവാദിയാവുന്നില്ല. എക്സെപ്റ്റ് ഇൻ ഏത് കേസിൽ മാത്രമേ ഉത്തരവാദിത്തം വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്, ഫ്രോഡ് ആൻഡ് റോങ്ഫുൾ തിങ്സ്. ഓക്കെ, ഇനി ഇഫ് ദ സബ് ഏജൻറ്റ് ഹാസ് മിസ്അപ്രോപ്രിയേറ്റഡ് ദ പ്രിൻസിപ്പിൾസ് മണി, ദ ഒറിജിനൽ ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെയിം. എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻസ് നടത്തിയിട്ടുണ്ട്, ക്യാഷോ ഗുഡ്സോ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയില്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ആരാ ഉത്തരവാദിയാവുക എന്നാണ് പറയുന്നത്, ദ ഒറിജിനൽ ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദി പ്രിൻസിപ്പിൾ. ഓക്കെ, അതായത് പ്രിൻസിപ്പിൾ കനോട്ട് സ്യൂ ദ സബ് ഏജൻറ്റ്. കാരണം ഏജൻസി റിലേഷൻഷിപ്പിൽ ശരിക്കും ആര് തമ്മിലാണ് ലീഗൽ റിലേഷൻഷിപ്പ് വരുന്നുള്ളൂ, പ്രിൻസിപ്പിൾ ആൻഡ് ദ ഒറിജിനൽ ഏജൻറ്റ്. അപ്പോൾ സബ് ഏജൻറ്റ് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആരാണ് അതിനുള്ള ഇതെല്ലാം ഇതാക്കേണ്ടതെന്നാണ് പറയുന്നത്, ഏജൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമതൊരു സബ് ഏജൻസി ഉണ്ട്, സബ് ഏജൻറ്റ് നോട്ട് പ്രോപ്പർലി അപ്പോയിൻറ്റഡ് എന്ന് പറയും. നോട്ട് പ്രോപ്പർലി അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ സബ് ഏജൻസിനെ വെക്കാനുള്ള അധികാരം ഇല്ല അവിടെ, എന്നിട്ടും അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ വേർ ദ ഏജൻറ്റ് ഹാസ് നോ സച്ച് അതോറിറ്റി ടു അപ്പോയിൻറ്റ് എ സബ് ഏജൻറ്റ് ആൻഡ് ഇഫ് he appoints one such person, then he is called a sub-agent improperly appointed. Okay, അപ്പോൾ a sub-agent improperly appointed cannot bind the principal by his act, but binds only the agent who appointed him എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പ്രിൻസിപ്പളിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അതായത് തേർഡ് പാർട്ടി ആയിട്ട് എന്ത് ഡീലിങ്സ് വന്നാലും ഈ സബ് ഏജൻറ്റും തേർഡ് പാർട്ടി ആയിട്ടുള്ള ഡീലിങ്സ് ഒന്നും ആരെ ബാധിക്കുന്നേ ഇല്ല, പ്രിൻസിപ്പളെ ബാധിക്കില്ല. അതായത് വേർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് എൻ ഏജൻറ്റ് ഇസ് അൺഓതറൈസ്ഡ് ദ ഫോളോയിങ് കോൺസിക്വൻസസ് അറൈസസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കോൺസിക്വൻസസ് നോക്കാം. ഫസ്റ്റ് വൺ, ദ പ്രിൻസിപ്പൾ ഇസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ സച്ച് സബ് ഏജൻറ്റ് ആൻഡ് ഹെൻസ് ഹീ ഈസ് നോട്ട് ആൻസറബിൾ ഫോർ ദ ആക്ട് ഓഫ് സബ് ഏജൻറ്റ്. പ്രിൻസിപ്പളുമായിട്ട് യാതൊരു ഡീലിങ്സ് ഇല്ലല്ലോ, അതുകൊണ്ട് പ്രിൻസിപ്പളിന് എന്തില്ല, യാതൊരു ഉത്തരവാദിത്വം ഇല്ല. എന്ത് ആക്ട് ഈ സബ് ഏജൻറ്റ് ചെയ്താലും പ്രിൻസിപ്പൾ ഇസ് നോട്ട് ആൻസറബിൾ. Then second, the agent is responsible to the principal as well as to third parties for the act of സബ് ഏജൻറ്റ്. സബ് ഏജൻറ്റ് എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാ, ഒറിജിനൽ ഏജൻറ്റ്. അത് പ്രിൻസിപ്പൾ എടുത്തായാലും ശരി, തേർഡ് പാർട്ടീസിൻ്റെ അടുത്തായാലും ദ ഒറിജിനൽ ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട് ഓഫ് സബ് ഏജൻറ്റ്. Then third one, the sub-agent is not responsible to the principal at all. He will be answerable only to the agent. So these are the consequences of sub-agent not properly appointed. ഓരോന്നും ശ്രദ്ധിച്ച് പഠിച്ച് വെക്കുക. ഓക്കെ,
ഇനി ഒരു കാറ്റഗറി ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ് എന്ന് പറയും. സബ് ഏജൻറ് എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലായല്ലോ, അതായത് ഏജൻറ് എന്ത് ചെയ്യുക, അതോറിറ്റി ഷെയർ ചെയ്തിട്ട് വേറൊരാളെയും കൂടെ കൂട്ടുന്നു. നേരെ മറിച്ച് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്, ആ വേർഡ് ശ്രദ്ധിക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഏജൻറ്റിന് പകരമായിട്ട് വേറൊരാളെ വെക്കുന്നതാണ്, കോ ഏജൻറ്റ് എന്ന് പറയും. അപ്പോൾ എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ് ഇസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ദി ഏജൻറ്റ് to act for the principal in the business of agency with the knowledge and consent of the principal. അതായത് സെക്ഷൻ 194 പറയുന്നത് ഇതാണ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെ ഡെഫിനേഷൻ തന്നത് ഇതാണ്. വേർ എൻ ഏജൻറ്റ് ഹോൾഡിംഗ് എൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് അതോറിറ്റി ടു നെയിം അനദർ പേഴ്സൺ ടു ആക്ട് ഫോർ ഹിസ് പ്രിൻസിപ്പൽ നെയിംസ് അനദർ പേഴ്സൺ അക്കോർഡിംഗ്ലി ഹീ ഈസ് നോട്ട് എ സബ് ഏജൻറ്റ് ബട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. അതായത് നമ്മളിപ്പം ഒരാൾ ഏജൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കഴിവിൽ നമ്മൾ വേറൊരാളെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ പറയുന്ന പേര് സബ് ഏജൻറ്റ് എന്നല്ല, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എന്താ പറയുന്നതെന്നറിയോ, എ ഡയറക്ട്സ് ബി ഹിസ് സോളിസിറ്റർ ടു സെൽ ഹിസ് എസ്റ്റേറ്റ് ബൈ ഓപ്ഷൻ ആൻഡ് ടു എംപ്ലോയ് എൻ ഓപ്ഷനെയർ. അപ്പം ബീൻ്റെ അടുത്ത് പറയാണ്, ബി എന്ന് പറയുന്നത് സോളിസിറ്റർ ആട്ടോ, അതായത് എന്തെങ്കിലും ഇതാവുന്ന സമയത്ത് കോടതി അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സോളിസിറ്റർ ആരെ ഈ ഓപ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനെയറെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പം ബി നെയിംസ് സി ആൻ ഓപ്ഷനെയർ ടു കണ്ടക്ട് ദ സെയിൽ. അപ്പോൾ ഈ സോളിസിറ്റർ ആരെയാണ് വെച്ചത് എന്നറിയോ, ഓപ്ഷനെയറായിട്ട് സീനെ. അപ്പോൾ ശരിക്കും ബീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, സോളിസിറ്റർ അയാളാണ്. പക്ഷേ സോളിസിറ്റർക്ക് ഈ ലേലം വിളിക്കാനൊന്നും ആവില്ലല്ലോ. അപ്പോൾ ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് ആരെ ഏൽപ്പിച്ചു, സി എന്ന് പറഞ്ഞൊരു ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനെയർ അപ്പോയിൻറ്റ് ചെയ്തു. സി ഈസ് നോട്ട് എ സബ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ സീന് നമ്മൾ സബ് ഏജൻറ്റ് എന്നല്ല പറയാം, എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്നാണ് പറയാം. മനസ്സിലായോ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ഈസ് ഡീംഡ് ടു ബി ദ ഏജൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ആൻഡ് നോട്ട് എ സബ് ഏജൻറ്റ്. അപ്പോൾ ദ ഒറിജിനൽ ഏജൻറ്റ് ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ദ വർക്ക് ഓഫ് ദി അതാണ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്തോളാം. അതായത് ഒറിജിനൽ ഏജൻറ്റ് വേവലാതിപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. അതായത് ഇത് പ്രിൻസിപ്പളിൻ്റെ അനുമതിയോട് കൂടി തന്നെയാണല്ലോ വെക്കുന്നത്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ത് ചെയ്താലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും, പ്രിൻസിപ്പളിനായിരിക്കും. ഹിസ് ഓൺലി ഡ്യൂട്ടി ഇസ് ടു മേക്ക് ദ സെലക്ഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് വിത്ത് റീസണബിൾ കെയർ. നമ്മളെ ഒറിജിനൽ ഏജൻറ്റിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്, അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ സബ് ഏജൻറ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. അപ്പോൾ രണ്ടും സബ് ഏജൻ്റ് ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻ്റ് ആണെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്, നമ്മളെ ഒറിജിനൽ ഏജൻറ്റ് തന്നെയാണ്. എന്തൊക്കെയാണ് ഡിഫറൻസസ് നോക്കാം. ഫസ്റ്റ് വൺ, എ സബ് ഏജൻറ്റ് ഡസ് ഇസ് വർക്ക് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഏജൻറ്റ് ബട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് വർക്ക്സ് അണ്ടർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ പ്രിൻസിപ്പൾ. അതാണ് ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. സബ് ഏജൻറ്റ് ആണെങ്കിൽ ആരുടെ ഇതില്ല വർക്ക് ചെയ്യുന്ന അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഏജൻറ്റ് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ കൺട്രോളിലായിരിക്കും, പ്രിൻസിപ്പൾ നേരിട്ടുള്ള കൺട്രോളിൽ തന്നെ ആയിരിക്കും. ദെൻ agent not only appoints sub-agent but also delegates to him a part of his own duty. സബ്-ഏജൻ്റ് ആയിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ നിയമിക്കുന്നതോടൊപ്പം അയാൾക്ക് കുറച്ച് അതോറിറ്റീസും അങ്ങോട്ട് കുറച്ച് ചുമതലകൾ അയാളെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇവിടെ എന്താണ്, ദ ഏജൻറ്റ് ഡസ് നോട്ട് ഡെലിഗേറ്റ് എനി പാർട്ട് ഓഫ് ഹിസ് ടാസ്ക് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. സോളിസിറ്റർ, നേരത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, സോളിസിറ്റർ ആകെ ഈ ഓപ്ഷന് വേണ്ടി മാത്രം ഓപ്ഷനെയറെ വെക്കുന്നതേ ഉള്ളൂ. വേറെ സോളിസിറ്റർ ഡ്യൂട്ടീസോ ഒന്നും ആരെ ഏൽപ്പിക്കുന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നില്ല. മനസ്സിലായോ? തേർഡ് പോയിന്റ്, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ എ പ്രിൻസിപ്പൾ ആൻഡ് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്സ് ആണെങ്കിൽ അവിടെ ആര് തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്, പ്രിൻസിപ്പൾ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. ദർ ഇസ് എ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. അതായത് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈൻഡിങ്. ബട്ട് ദർ ഇസ് നോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൾ ആൻഡ് സബ് ഏജൻറ്റ്. സബ് ഏജൻറ്റ് ആണെങ്കിൽ എല്ലാത്തിനും ആരായിരിക്കും, പ്രിൻസിപ്പൾ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദി ആക്ട്സ് ഓഫ് സബ് ഏജൻറ്റ്. Fourth point,
The subagent is responsible to the agent alone and he is not generally responsible to principal. But a substituted agent is responsible to the principal and not to the original agent. Okay, അതാണ്. Then the agent is responsible for the act of subagent but he is not liable for those of the substituted agent. അതായത് ഏജൻറ്റ് സബ് ഏജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏജൻ്റാണ്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെ കാര്യത്തിൽ ഒറിജിനൽ ഏജൻസിന് യാതൊരു ലയബിലിറ്റിയും ഇല്ല, പ്രൊവൈഡഡ് ഹി ഹാസ് ടേക്കൺ ഡ്യൂ കെയർ ഇൻ സെലക്ടിങ് ഹിം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ സെലക്ട് ചെയ്യുന്ന ആരാ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഏജൻ്റാണ്. അതുകൊണ്ട് ആ സെലക്ഷനിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. In the case of a substituted agent, the agent's duty ends once he has named him. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ആരുടെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു? ഒറിജിനൽ ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ സബ് ഏജൻറ്റ്, ദ ഏജൻറ്റ് റിമൈൻസ് ആൻസറബിൾ ഫോർ ദി ആക്ട് ഓഫ് സബ് ഏജൻറ്റ് ആസ് ലോങ് ആസ് സബ് ഏജൻസി കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.